അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫാത്തിഹ തുടങ്ങാൻ വേണ്ടി നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീമാണ് തുടങ്ങി വെച്ചത്. ഇന്ന് അതിൻ്റെ ബാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിനോട് ഇസ്മ് കൂടുന്നതാണ് ബിസ്മി. സാധാരണ നമ്മൾ ബി ഇസ്മി എഴുതുമ്പോൾ ബാ എഴുതിയിട്ട് ആ ബാമൽ അലിഫ് ചേർത്തിട്ടാണ് ഇസ്മി എഴുതാറുള്ളത്. പക്ഷേ അള്ളാഹിനോട് ചേർത്ത് പറയുമ്പോൾ ബിസ്മില്ലാ എന്ന് ചേർത്ത് പറയുമ്പോൾ ബാ അലിഫ് പിന്നെ ചേർക്കാതെ സീനും മീമും കൂട്ടിയിട്ടാണ് എഴുതുക. അപ്പോൾ അതിന് ബാൻ്റെ ആദ്യ ഭാഗം കുറച്ചൊന്ന് ഉയർത്തി എഴുതും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു പറയാറുണ്ട്, തൊവ്വിലുൽ ബാ നിങ്ങൾ നീട്ടി എഴുതുക. വാളിഹിറു അസീന സീന് വ്യക്തമാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഫരിജു ബൈനഹുമ അവ രണ്ടിനും ഇടയിൽ അല്പം ഗ്യാപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ദവ്വിറു അൽ മീമ ഉരുട്ടിയിട്ട് എഴുതുക. ഇത് തഅലീമല്ലി കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട് ഖുർആാനുള്ളവരുടെ ബഹുമാനതാർത്ഥം ആണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ് എഴുതുക. ബിസ്മി എന്ന് എഴുതുമ്പോൾ ബാഇൻ്റെ ആദ്യത്തെ ഭാഗം കുനിപ്പ് കുറച്ചൊന്ന് ഉയർത്തി ഈ അംസ് സീനിന് അംസ് എഴുതാതെ സീനിനോട് ചേർത്ത് സീനിനോട് ചേർത്തിട്ടാണ് എഴുതുക. നേരെ മറിച്ച് അള്ളാഹ് എന്നുള്ളതിനോട് ചേർത്ത് അല്ലാതെ എഴുതുമ്പോൾ അങ്ങനെയല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അവിടെ ബിസ്മി എന്ന് എഴുതുമ്പോൾ ബാവിനോട് അലിഫ് ചേർത്തിട്ടാണ് എഴുതുക. അപ്പോൾ അലിഫ് പിന്നെ ഒഴിവാക്കിയിട്ട് ബിസ്മി എഴുതുന്നതാണ് അള്ളാഹിനോട് ചേർത്ത് പറയുമ്പോഴുള്ളത്. ഇസ്മു എന്നുള്ള പദം പേര് എന്ന അർത്ഥത്തിലാണ്. അതിൻ്റെ ബഹുവചനം അസ്മാ എന്നുപയോഗിക്കും. ഇസ്മുൻ ബഹുവചനം അസ്മാ ഉൻ. ഇത് ഇസ്മു എന്നുള്ളത് ഖുർആനിൽ പല ഭാഗങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഇസ്മു മറ്റൊന്നിനോട് ചേർത്ത് പറയുമ്പോൾ ഇസ്മിൻ്റെ ആദ്യത്തെ ഹംസ ഉച്ചരിക്കാതെയാണ് പറയാം. ഇന്നാനുബശ്ശിറുക ബി ഗുലാമിൻ ഇസ്മുഹു യഹ്യ. ഗുലാമിൻ ഇസ്മുഹു എന്നുള്ളത് ഗുലാമിൻ ഇസ്മുഹു എന്ന് ചേർത്തിട്ടാണ് വായിക്കുക. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ സബ്ബിഹിസ്മ എന്നാണ് ചേർത്ത് പറയാം. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം തബാറകസ്മു എന്ന് പറയാം. അപ്പോൾ ഇസ്മ സുമുവ്വുൻ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ് ഇസ്മ. വസമ സമത്ത് ഇതിൽ നിന്നൊക്കെ ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നുണ്ട്. വസം എന്ന് പറഞ്ഞാൽ അലാമത്ത് അടയാളം എന്നാണ് അർത്ഥം. സമത്ത് എന്ന് പറഞ്ഞാലും അടയാളം എന്നാണ് അർത്ഥം. ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറയാം. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ് അർത്ഥം. ഇസ്മ നാമം. ഇനി ബിസ്മില്ലാ അള്ളാഹു. അള്ളാഹു എന്നത് സാക്ഷാൽ ദൈവം എന്നാണ് നമ്മൾ അർത്ഥം പറയാം. അത് ശരിക്ക് അള്ളാഹ്ക്ക് മാത്രമായി പറയപ്പെടുന്ന ഒരു നാമമാണ് അള്ളാ എന്നുള്ളത്. അത് മറ്റൊന്നിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതല്ല. അള്ളാ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇലാഹുൻ ചിലർ അഭിപ്രായപ്പെടാറുണ്ട് ഇലാഹുൻ എന്നതിനോട് അൽ ഇലാഹു ചേർത്ത് അള്ളാ എന്ന് ഉച്ചരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അലഹ അതിൽ നിന്നാണ് ഇലാഹ് ഉണ്ടായത്. അലഹ ഇലാഹത്ത് എന്നാണ് ഇതിൻ്റെ മസ്തർ പറയാം. അപ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥം അബദ ഇബാദത്ത് പോലെ ആരാധിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ് അർത്ഥം. വയതറക്ക വ ആലിഹത്തക്ക എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. പറഞ്ഞാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിന് ഞങ്ങളുടെ ആരാധ്യന്മാരെ നീ ഉപേക്ഷിക്കുകയാണോ എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചത്. പിന്നെ ഖുർആനിൽ ഇലാഹ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒമാക്കാന മാഹു മിൻ ഇലാഹിൻ ഇതല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ് എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഉച്ചാരണം വിലാഹ് വാവ് കൊണ്ട് തുടങ്ങണ വിലാഹ് എന്ന ഉച്ചാരണത്തിൽ അത് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ വാവിനെ ഹംസാക്കി മാറ്റിയിട്ടാണ് ഉപയോഗിക്കുക. വിലാഹ് എന്ന് പറയുമ്പോൾ അഭയം തേടി എന്നാണ് അർത്ഥം വരിക. ബിസ്മില്ലാ അള്ളാ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം പറയുന്ന പേര്, മറ്റൊന്നിനും അത് ഉപയോഗിക്കാറില്ല. ബിസ്മില്ലാഹിർ റഹ്മാനി അർ റഹീം. അർ റഹ്മാൻ അർ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട്. റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യവാൻ എന്നാണ്. രണ്ടും കൂടി
ചേർത്ത് ഒന്നിച്ച് അടുത്തടുത്തായി പറയുമ്പോൾ ദക്കറ അഹദുഹുമാ ബഅദൽ ആഖർ തതീമിയാൻ ലിൽ ഖുലൂബി അറാഗിബിൻ, താല്പര്യമുള്ള ആളുകൾക്ക് ഒന്നും കൂടി ആഗ്രഹം ജനിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങനെ റഹ്മാനും റഹീമും ചേർത്ത് പറഞ്ഞതാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ആമുൻ ബാദ ഇന്നാം, ഒരു അനുഗ്രഹത്തിന് ശേഷം മറ്റൊരനുഗ്രഹം എന്ന രൂപത്തിൽ പറയാണ്. തഫല്ലുൻ ബാദ തഫല്ലുൽ, ഒരു ഔദാര്യത്തിന് ശേഷം മറ്റൗദാര്യം ചേർത്ത് പറയാണ്. അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബിമാനാൽ ഉമൂം, വ്യാപകമായി എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. റഹീം എന്ന് പറയുമ്പോൾ പ്രത്യേകമായി കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. റഹ്മാനു ബിമാന റസാഖ് ഫിദ്ദുന്യ, ഈ ലോകത്ത് എന്തൊക്കെ നൽകുന്നുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് റഹ്മാൻ, പരമ കാരുണികൻ, എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ എന്നർത്ഥം. വഹു അലൽ ഉമൂമി ലികാഫത്തിൽ ഖൽഖി, എല്ലാ സൃഷ്ടികൾക്കും കൂടി ഉപയോഗിച്ചതാണ്. എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു എന്തിൻ്റെ കാരുണ്യം ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത്. റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, എൻ്റെ റഹ്മത്ത്, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും വിശാലമാണ് എന്നുള്ള പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹു അല്ലാത്ത ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അതിനൊക്കെ കൂടി ഉപയോഗിക്കുന്ന പദമാണ് റഹ്മാൻ എന്നത്. ഇനി റഹീം, അത് ബിമാന അൽ മആനി ഫിൽ ആഖിറ, ആഖിറത്തിൽ പരലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച വിശ്വാസികളായ ആളുകൾക്കും പ്രത്യേകമായി അള്ളാഹു കരുണ ചെയ്യുന്നതിന് ഉപയോഗിച്ചിട്ടാണ് റഹീം എന്നുപയോഗിച്ചു. വല്ല അഫുഫിൽ ആഖിറ, അള്ളാഹു ആഖിറത്തിൽ വിട്ടുവീഴ്ച ചെയ്യും. ലിൽ മുഅ്മിനീന അലൽ ഖുസൂസ്, വിശ്വാസികൾക്ക് പ്രത്യേകമായി കാരുണ്യവും വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് റഹീം എന്ന് ഉപയോഗിച്ചത്. വലിദാലിക ഖീല ഫി ദുആ, പിന്നെ പ്രാർത്ഥന ഉണ്ടല്ലോ, യാ റഹ്മാൻ അദ്ദുന്യ വറഹീം അൽ ആഖിറ, ദുനിയാവിൽ പരമ കാരുണികനെ, ആഖിറത്തിൽ കരുണ ചെയ്യുന്നവനെ എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അത് ആ രൂപത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് യുദ്ആ ഗൈറല്ലാഹി റഹീം, ഈ റഹീം എന്ന പദം അള്ളാഹു അല്ലാത്ത പിന്നെ ആളുകൾക്ക് റഹീം എന്ന പദം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ റഹ്മാൻ എന്നത് അങ്ങനെ ഉപയോഗിക്കാറില്ല. അള്ളാഹ്ക്ക് മാത്രമേ റഹ്മാൻ എന്ന പദം ഉപയോഗിക്കാറുള്ളൂ. റഹ്മാൻ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമോ പരോക്ഷമോ അതുപോലെ ചെറുതോ വലുതോ പ്രത്യേകമായതോ പൊതുവായതോ ഐഹികമോ പാരത്രികമോ ആയ സകലവിധ അനുഗ്രഹങ്ങളുടെയും കർത്താവ് എന്ന അർത്ഥത്തിലാണ് പരമകാരുണികൻ എന്നുപയോഗിക്കുന്നത്. റഹീം എന്നത് നന്മ ചെയ്യുന്നവർക്ക് പ്രത്യേകമായി സിദ്ധിക്കുവാനിരിക്കുന്ന മറ്റനുഗ്രഹങ്ങളുടെ ദാതാവായ കരുണാനിധി എന്ന അർത്ഥത്തിലാണ് കാരുണ്യവാൻ റഹീം എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ബിസ്മി എന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഖുർആൻ ഓതുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നു. അതുപോലെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ടാണ് തുടങ്ങുക. ഈ ഖുർആനിലെ ബിസ്മിയെക്കുറിച്ച് പലവിധ അഭിപ്രായങ്ങളുമുണ്ട്. ഒന്ന്, അന്നഹ ലൈസത്ത് മിൻ ഫാത്തിഹത്തിൽ കിതാബ്, അത് ഫാത്തിഹയിലെ ഒരായത്തല്ല. വലാമിൻ ഗൈരിഹ മിന സൂർ, ബാക്കിയുള്ള സൂറത്തിലെ ഒന്നും ഒരായത്തല്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. വൽ ഇഫ്തിതാഹു ലി തയമ്മുനി വ തബറുഖ്, എന്ന പിന്നെ പുണ്യത്തിന് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഉപയോഗിക്കുന്നു എന്നാണ് അവരുടെ വാദം. എന്നാൽ അന്നഹ മിനൽ ഫാത്തിഹ ലൈസത്ത് സായിറ സൂറ, ഫാത്തിഹയിലെ ഒരായത്താണ്, പക്ഷേ മറ്റുള്ള സൂറത്തുകളിലെ ആയത്തല്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റൊരു അഭിപ്രായം അന്നഹ മിനൽ ഫാത്തിഹ വമിൻ കുല്ലി സൂറ, ഫാത്തിഹയിലെയും മറ്റെല്ലാ സൂറത്തിലെയും ഒരു ആയത്താണ്, പക്ഷേ എല്ലാ തൗബ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സൂറത്തിലെയും ആയത്താണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള അഭിപ്രായം. അപ്പോൾ വത്തഫഖു അല അന്ന അൽ ഫാത്തിഹ സബ ആയാത്ത്, പക്ഷേ ഫാത്തിഹയെക്കുറിച്ച് പറയുമ്പോൾ ഫാത്തിഹയിൽ 7 ആയത്തുകളാണ് എന്ന കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്നുണ്ട്. ആ ബിസ്മി ഫാത്തിഹയിലെ ആയത്താണ് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ അതിൽ പിന്നെ ഒരായത്ത് അല്ല, സബ് ആയാത്ത് 7 ആയത്തുകൾ അതിൽ വരുന്നുണ്ട്. നേരെ മറിച്ച് ബിസ്മിയിലെ ആയത്തല്ല എന്ന് പറയുമ്പോൾ പിന്നെ വൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ, അത് രണ്ടും 2 ആയത്തായിട്ട് എടുത്തു പറയാൻ ചെയ്യണം. അങ്ങനെ 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളത്. സൂറത്തുൽ ഫാത്തിഹ
നമസ്കാരത്തിൽ എല്ലാ റക്കായത്തിലും ഓതപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് ഈ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി അത് എങ്ങനെ ഓതപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ട്. ബിസ്മി ഉറക്കെ ഓതും, അതുപോലെ ചിലർ മെല്ലെ ഓതും, ഇങ്ങനെയൊക്കെ ഓതാറുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുംതു വറ അബീ ബക്കർ സിദ്ദീഖ് വ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇവൻ്റെ 3 പേരുടെയും കൂടെ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. ഫകുല്ലുഹും കാന ലാ യഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ഇഫ്തതഹ സ്വലാത്ത്. നമസ്കാരം ആരംഭിക്കുമ്പോൾ അവരാരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നത് കേൾക്കാറില്ല എന്ന് പറയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ്റെ കോപ്പി മുസ്ഹഫ് മുതൽ എല്ലാ സൂറത്തും തൗബ ഒഴികെയുള്ള 113 സൂറത്തുകളുടെയും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തു നംലിൽ ഇടയ്ക്കൊരു ബിസ്മി വരുന്നത് കൊണ്ട് അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഓരോ സൂറത്തിലും ഒന്നാമത്തെ ആയത്താണ് എന്ന് പറയപ്പെടുന്നവരും അതല്ല ഓരോ സൂറത്തിലും ഒന്നാമത്തെ ആയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് എന്ന നിലയ്ക്ക് മറ്റുള്ളവ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ആദ്യത്തിൽ കൊടുത്തതാണ് എന്ന് പറയുന്നവരുണ്ട്. ഫാത്തിഹ അടക്കം എല്ലാ സൂറത്തുകളുടെയും ആരംഭം കുറിക്കുന്നു, പക്ഷെ അത് ആയത്തല്ല എന്ന് പറയുന്നവരും അതിലെ ആയത്തല്ല എന്ന് പറയുന്നവരുമുണ്ട്. ഖുർആൻ ഓതുമ്പോൾ ബിസ്മി ആദ്യം ചൊല്ലണം. നമ്മൾ ആദ്യം ഇറങ്ങിയ സൂറത്ത് ആദ്യ വചനം തന്നെ അങ്ങനെയല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിൻ്റെ നാഥൻ്റെ നാമം കൊണ്ട് നീ വായിക്കുക എന്നാണല്ലോ പറഞ്ഞത്. ഈ ഖുർആൻ ഓതുമ്പോൾ ബിസ്മി ഓതുമ്പോൾ പിന്നെ മറ്റുള്ള ആയത്ത് ഓതുമ്പോൾ ബിസ്മിയൊക്കെ കുറച്ച് നീട്ടിക്കൊണ്ടാണ് ഓതേണ്ടത്. നേരത്തെ പറഞ്ഞാൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ അള്ളാൻ്റെ നാമത്തിൽ തുടങ്ങുമ്പോൾ അതിലെ ചില യുക്തി രഹസ്യങ്ങളുണ്ട്. ഒന്ന്, നല്ലത് ചെയ്യാനുള്ള പ്രചോദനം, അതിനുള്ള കഴിവ്, അതിനുള്ള സാഹചര്യം, ഇതൊക്കെ ഒരുക്കുന്നത് അള്ളാഹുവാണ്. അതിനുള്ള നന്ദിയും സ്മരണയുമായിട്ടാണ് ബിസ്മി ഉപയോഗിക്കുന്നത് എന്ന് പറയാം. അതേപോലെ തന്നെ അത് വേണ്ടതുപോലെ നിർവഹിക്കാനുള്ള അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകണം. അതിന് പ്രതിബന്ധമാകുന്നതിൽ നിന്ന് രക്ഷയുണ്ടാകണം. പിശാചിൻ്റെ ഇടപെടലിൽ നിന്ന് കാവലുണ്ടാവണം. അതിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവണം. തെറ്റിലേക്ക് പോവാതിരിക്കാനുള്ളൊരു മനസ്സുണ്ടാകുക. സൽക്കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിനെക്കുറിച്ച വിചാര വികാരങ്ങളില്ലെങ്കിൽ പ്രീതി പ്രതിഫലം ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമസ്കാരത്തിൽ ഉറക്കെ പതുക്കെ ഇത് 2 അഭിപ്രായങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതുക്കെ അതായിട്ടാണ് കൂടുതൽ സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ആരെങ്കിലും ഉറക്കെ ഓതി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സൂറത്തിലെ തുടങ്ങുന്നത് ബിസ്മി കൊണ്ട്, ആ ബിസ്മി അതിൻ്റെ സാക്ഷാലർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് എന്ത് ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലുന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ വരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.